ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ രോഷ്നി. ബോഗൻവില്ല എന്ന നമ്മുടെ സുന്ദരി കുട്ടിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കടുത്ത ചൂടിൽ എല്ലാ ചെടിയും ആടി നിൽക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളിൽ പൂക്കൾ തരുന്ന, നമ്മുടെ പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെ പുഞ്ചിരിയോടെ നേരിടാം എന്ന് പഠിപ്പിച്ചു തരുന്നതാണ് നമ്മുടെ ബോഗൻവില്ല. ബോഗൻവില്ലയെ കുറിച്ച് പറയുവാണെങ്കിൽ 1767 ചില്ലി ബേർഡ്സ് കോമിക്കോ എന്ന ഫ്രഞ്ച് ബോട്ടണിസ്റ്റ് ആണ് ഈ ചെടി കണ്ടെത്തുന്നത്. ബ്രസീലിലെ റിയോ ജെനിറോയില് ഈ ചെടി കണ്ടെത്തി. ബോഗൻവില്ല എന്ന പേരിടാൻ എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിന്റെ ആത്മമിത്രത്തിന്റെ പേരാണ് ലൂയിദെ ബോഗൻവില്ല എന്ന് പറയുന്നത്. ഭൂമിയുള്ള കാലത്തോളം നിലനിൽക്കുന്ന, അനശ്വരമായി തന്റെ പേരെ നിലനിർത്താൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ട് അദ്ദേഹം സ്വന്തം പേരിടാതെ സുഹൃത്തിന്റെ പേരാണ് കൊടുത്തത്. അതാണ് സൗഹൃദത്തിന്റെ ഒരു നന്മ. കണ്ടതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കടുത്ത വേനലിലും നമ്മള് പ്രതിസന്ധികളിലും എത്ര നോവിന്റെ അന്തരീക്ഷത്തിലും നമുക്ക് ജീവിതത്തെ പുഞ്ചിരിയോട് നേരിടാമെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബോഗൻവില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണണേ. ഇത് നമ്മൾ ഓൺലൈൻ കവർ സൈസ് ബോഗൻവില്ല ചെടി എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടത് സുരക്ഷിതമായിട്ട്, ഹെൽത്തി ആയിട്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ കാണിക്കുന്ന പോട്ട്, ഏറ്റവും ഡ്രെയിനേജ് ഹോളുള്ള വളരെ നല്ല പോട്ട് എടുക്കുക. അതിനുശേഷം മെറ്റൽ ബോൾസ് നമ്മൾ ഇടുക. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണൽ ഒട്ടിപ്പിടിക്കാത്ത മണൽ നമ്മൾ എടുക്കുക. പോട്ട് അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കണം കേട്ടോ. ഡ്രെയിനേജ് ഹോൾ ഉറപ്പുവരുത്തണം. മെറ്റൽ പീസ് ഇട്ട് ഈ ഹോൾസ് എല്ലാം ബ്ലോക്ക് ചെയ്യണം, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ചരല്, ആറ്റുമണല്, കോക്കോ ചിപ്സ് ട്രീറ്റ് ചെയ്തായിരിക്കണം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഉണങ്ങിയ ചാണകപ്പൊടി, അല്പം സാഫ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ പോട്ടി മിക്സ്. ഇതാണ് ഈ പറയുന്ന കോക്കോ ചിപ്സ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തിട്ടും കൂടെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ആറ്റുമണലാണ് ഏറ്റവും കൂടുതൽ, ഒരു 40% എങ്കിലും നമുക്ക് ആറ്റുമണൽ എടുക്കാം. പിന്നെ ഈ കോക്കോ ചിപ്സ് കുതിർത്ത് ചെറിയ കഷണങ്ങളാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ല, വേരോട്ടത്തിന് നല്ലതാണ്, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാന്, ഡ്രൈ ആക്കി നിർത്താന് ഒക്കെ നല്ലതാണ്. വേപ്പിൻ പിണ്ണാക്ക്, സാഫൊക്കെ നമുക്ക് കീടങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നു. പിന്നെ ചാണകപ്പൊടിയുടെ കാര്യം, നൈട്രജൻ ആയതുകൊണ്ട് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. പിന്നെ എല്ലുപൊടി ഏറ്റവും നല്ലതാണ്. എല്ലുപൊടി എന്തായാലും ഒഴിവാക്കരുത്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് രണ്ടും ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. അവൈലബിൾ ആണെങ്കിൽ വളരെ നല്ലതാണ്. ഈ പോട്ടി മിക്സ് ചട്ടിയിൽ നിറച്ചിട്ട് ചെടി വളരെ ശ്രദ്ധയോട് വേണം നമ്മൾ പ്ലാസ്റ്റിക് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് വേരിന് ഒട്ടും ഇളക്കം തട്ടാതെ, നമ്മൾ ഒട്ടും മണ്ണ് കളയാതെ, വേരിളകാതെ പോട്ടിലേക്ക് ഇറക്കി വെക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് കേടായി പോകുന്നതിന്റെ പ്രധാന കാരണം അതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒട്ടും തന്നെ വേരിളകി പോകാതെ സൈഡ് കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന ചെടി നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത പോട്ടി മിക്സ് ചെയ്ത് നിറച്ചു വെച്ചിരിക്കുന്ന അത് നമ്മൾ ഈ പോട്ടിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബോഗൻവില്ല പ്ലാന്റ് നമ്മൾ അതിലേക്ക് പതുക്കെ ഇറക്കി വെക്കുക. ഇപ്പോഴും ശ്രദ്ധിക്കണം, ഒരു രീതിയിൽ നമ്മൾ അതിന്റെ മറ്റു ചെടികളെ പോലെ നമുക്കതിനെ കൈകാര്യം ചെയ്യരുത്. വളരെ സൂക്ഷിച്ച് വേണം നമ്മളത് എടുക്കാനായിട്ട്. കാരണം ഈ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പ്ലാന്റ് പോലും അറിയരുത്. അതാണ് നമ്മളിങ്ങനെ ചെടി നടുന്ന കാര്യം, മാറ്റി നട്ട കാര്യം പ്ലാന്റ് പോലും അറിയില്ല. അത്രയും ശ്രദ്ധിച്ച് പതുക്കെ വെക്കുക. കണ്ടല്ലേ, അതൊന്നും ഇളക്കിയിട്ടൊന്നുമില്ല, വേരൊന്നും മാറ്റിയിട്ടില്ല, മണ്ണൊന്നും മാറ്റിയിട്ടില്ല. അങ്ങനെ തന്നെ നടുന്നതാണ് നല്ലത് കേട്ടോ. പോട്ടി മിക്സ് നന്നായിട്ട് ഉണ്ടെങ്കിൽ പകുതി നമ്മുടെ ജോലി തീർന്നു. കാരണം നല്ല പോട്ടി മിക്സിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മറ്റു ചെടിയെ പോലെ മാറ്റി നടുന്നത് അത്ര നല്ലതല്ല. വേര് പൊട്ടിപ്പോയാൽ ഉണങ്ങിപ്പോ, അതാണ് കാര്യം. എന്നിട്ട് നമ്മൾ ഇത് നമ്മൾ നട്ടതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ആറ്റുമണലോ നല്ല ചരല് മിക്സായ മണലോ നമുക്ക് ഇതിനൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡ്രെയിനേജ് ഹോള് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കും. പിന്നെ നമ്മൾ ഒരാഴ്ച നമ്മൾ തണലത്ത് വെക്കണം. പിന്നീട് പതുക്കെ സൺലൈറ്റ് കൊടുത്തുകൊണ്ട് 2 ആഴ്ച ആകുമ്പോഴത്തേക്കിന് നല്ല വെയിലുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യാം. അപ്പം അതിനുശേഷം വെള്ളം നമ്മൾ ഒരു നേരമെങ്കിലും നിർബന്ധമായി ഒഴിച്ചു കൊടുക്കണം. ഒരേ സമയം തന്നെ ആണ് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ അതാണ് ചെടിക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ നമ്മൾ ഈ കവറിൽ വാങ്ങുന്ന കവർ പ്ലാന്റ് സൈസ് കവറിലാണ് വാങ്ങിക്കുന്നതെങ്കിലാണ് നമുക്കിത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് എല്ലാ ചെടികളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒത്തിരി ഡാമേജ്, ഇപ്പൊ വാങ്ങിക്കുന്ന എല്ലാവരുടെയും കംപ്ലൈന്റ്, നമുക്ക് ചിലപ്പോൾ ഈ ചെടികൾ വാങ്ങിക്കുമ്പോൾ ഇലകളൊക്കെ ഒന്ന് വാടിപ്പോകാം, പൂക്കളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ഉണങ്ങിയതായിരിക്കാം കിട്ടുന്നത്. പക്ഷെ വിഷമിക്കേണ്ട, നമ്മൾ അതിനെ തണലത്ത് വെച്ച് ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് അത്യാവശ്യം ശ്രദ്ധ കൊടുത്ത് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് വീട്ടില് വളരെ വർണ്ണാഭമായ, നമുക്ക് ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന, ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല ചെടികള്, പൂക്കള് കൊണ്ട് നിറയ്ക്കാം, നമ്മുടെ വീടിനെ നിറയ്ക്കാൻ പറ്റും. അത്രത്തോളം മനോഹരമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും ഈ സപ്പോർട്ടുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഇനി അങ്ങോട്ടും ഒരുപാട് ദൂരം പോകാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാ പ്രിയപ്പെട്ട ചെടിയെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവർക്കൊക്കെ നമുക്ക് ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതിന്റെ കവർ സൈസ് പ്ലാന്റ്സ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. മാക്സിമം വില കുറച്ച് കവർ സൈസ് പ്ലാന്റ്സ് കൊണ്ടുവരാമോ എന്ന് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും അവരുടെയൊക്കെ സ്നേഹം നമ്മൾ കാണാതിരിക്കത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും, പ്രിയപ്പെട്ട എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. എനിക്ക് അതിനൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവത്തില്ല നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട്, സ്നേഹവും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.